ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലോ? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടോ, അവനാണത് അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. ഇങ്ങനെയാണോ ചേച്ചി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വിത്ത് പെർമിഷൻ അവർക്ക് ഇതൊരു റെക്കോർഡഡ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇത് ഇടണ്ട എന്ന് പറയാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രേണു സുധിയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തു വന്നത്. അത് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. പക്ഷേ അതിലേറ്റവും മോശവും വൾഗറും വൃത്തികെട്ടതുമായ ഒരു ചോദ്യം അവതാരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സ്വന്തം പോറ്റമ്മയോട് ഗർഭിണിയാക്കിയോ ആ കുട്ടി എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. എത്രമാത്രം മലയാളികൾക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന കാര്യം തീർച്ചയായിട്ടും ആ സഹോദരി ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം വൈറലാകാൻ വേണ്ടിയിട്ട് ആ ചാനലുകാരും അതുപോലെ തന്നെ രേണു സുധിയും കൽപ്പിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞിരുന്നു, അത് സ്പോൺസർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരിക്കലും അത്തരത്തിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ രേണു സുധിയുടെ അനുവാദത്തോടു കൂടി അല്ലാതെ ആ സ്ത്രീ ചോദിക്കുകയില്ല. പിന്നെ ഇത്തരത്തിൽപ്പെട്ട ചാനലുകൾ, ഇൻ്റർവ്യൂകൾ നടത്തുന്ന ചാനലുകളൊക്കെ ചോദ്യാവലികൾ ആദ്യമായിട്ട് തലേ ദിവസം തന്നെ വരുന്ന ആൾക്കാർക്ക് എഴുതി അയച്ചു കൊടുത്തിട്ട് അവരുടെ സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുക. ഇനി ചോദിച്ചതിന് ശേഷവും നിങ്ങൾക്ക് അത് റെക്കോർഡറാണ്, ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് റിമൂവ് ചെയ്യണം, അത് ഒഴിവാക്കണം, അത് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലും അത് പുറത്തു വിടുകയുമില്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു കാര്യം അങ്ങോട്ട് രേണു സുധി ആവശ്യപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആണെന്നതിൻ്റെ തെളിവിന് വേണ്ടിയിട്ട് ഒരു സഹോദരി ആ മൂവി വേൾഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് വിളിച്ച ശേഷം അവിടുന്ന് പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ വൈറലാണ്. കാരണം രേണു സുധി അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് എടുത്ത ഇൻ്റർവ്യൂ ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവർ തന്നെ പറയുന്ന ഒരു ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അത് ഞാൻ അവിടെ വെച്ച് തരാം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം പുറത്തു വന്നതിന് ശേഷം പ്രശ്നമായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ അവതാരിക ഞാൻ പറഞ്ഞതുപോലെ ബഹിരാകാശത്ത് നിന്ന് നിലത്തിറങ്ങിയ ശേഷം ഇത് മൂവി വേൾഡിൻ്റെ പെയ്ഡ് ഇൻ്റർവ്യൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് രേണു സുധി അറിയും, അവരറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കുമായിരുന്നു എന്നുള്ള അവരുടെ മറുപടിയും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ കിച്ചു എന്ന് പറയുന്ന അവരുടെ പോറ്റുമകൻ എന്തുകൊണ്ട് ഈ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കൊണ്ടാണോ ഈ ഒരു പ്രശ്നം രേണു സുധിയായിട്ടുണ്ടായതിനെ കുറിച്ചുള്ള രേണു സുധിയുടെ മറുപടി കൂടി ഞാൻ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ്. നമുക്ക് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഓഡിയോ ക്ലിപ്പ്, പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഇത് ചാനലല്ലേ മൂവി? അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. സാർ ഒന്നും വിചാരിക്കരുതേ. ഇപ്പൊ ഒരു നമ്മുടെ രേണു സുധിനെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നത്. അതെ, പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്താണോ? ഞാൻ ഒന്നും വിചാരിക്കില്ല കേട്ടോ സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നത് ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് മാറുകയല്ലേ ചെയ്യണ്ടേ? എല്ലാവരും അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാർ, അത് മോശമല്ലേ, പാവമല്ലേ? നമുക്ക് വീട്ടിൽ അവർക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അതെ, പക്ഷെ നമുക്ക് അവരോടുള്ള ചോദ്യം മാത്രം ചോദിക്കുക. എന്തിനാണ് ഈ കൊച്ചിന് ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. രേണു സുധി ഈ ഞാൻ പറയുന്ന മൂവി വേൾഡ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ്, അതൊരു ചാനലാണ്. അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവർ ഇൻ്റർവ്യൂ ചെയ്തത് എന്ന് ഞാൻ ഇന്നലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ 10-22 വയസ്സുള്ള, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കെൽപ്പ് വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഏതായാലും ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ വൈറലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിയെ ചീത്ത പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആണോ എന്ന് പോലും
തീർച്ചയായിട്ടും കണ്ട സമയത്ത് സംശയം തോന്നിപ്പോയി. കാരണം ആ ഒരു ഇൻ്റർവ്യൂവിൽ തുടക്കം മുതൽ അവസാനം വരെ ആ കുട്ടിയെ തെറി പറയുക, മോശം പറയുക, അവരുടെ കുടുംബക്കാരെ ചീത്ത പറയുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ കരിയറിനെ പറ്റിയോ അവരുടെ അസുഖത്തെ പറ്റിയോ എന്തെല്ലാം ചോദ്യങ്ങൾ ആ സഹോദരിക്ക് ചോദിക്കാറുണ്ട്. അതൊന്നുമല്ല ആ സഹോദരി ഊന്നൽ കൊടുത്തത്. രേണു സുധിയെ ഗർഭിണിയാക്കിയോ എന്നൊക്കെ ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചു. വളരെ മോശമായി പോയി. അതിനെക്കുറിച്ച് ആ സഹോദരിയുടെ മറുപടി നമുക്കൊന്ന് കാണാം. അത് നമ്മൾ ചോദിച്ചത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വ്ളോഗർ ഉണ്ട്, ഇപ്പോഴും ഞാൻ പേര് പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് പറഞ്ഞതുകൊണ്ട് നാളെ ഇതൊരു വിവാദമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു വ്ളോഗർ ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ തംബ്നെയിലാണ് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനത് ഇടാം. അപ്പോൾ ആ വീഡിയോ ആ തംബ്നെയിൽ ഞാൻ കാണിച്ചിട്ടാണ് ആ വീഡിയോ ആ ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയാണോ ചേച്ചി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വിത്ത് പെർമിഷൻ അവർക്ക് ഇതൊരു റെക്കോർഡഡ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 2 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇത് ഇടണ്ട എന്ന് പറയാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ആളുകൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴും തംബ്നെയിൽസ് ഇടുമ്പോഴും അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ലേ? നിങ്ങൾ അതെന്താ ചിന്തിക്കാത്തെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് പറയാനുള്ളത് പറയുന്നുണ്ട്. എല്ലാത്തിനും പോയിന്റ് ചെയ്ത് അവർക്ക് രേണു സുധിക്ക് ഇത് വന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവരതിന് ആൻസർ പറഞ്ഞു. അത് എല്ലാവർക്കും പറയാനുള്ളത് പോലെ അവരും പറഞ്ഞു. അത് അവരുടെ രീതിയിലാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾക്ക് കുഴപ്പമായത് എങ്കിൽ അത് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ഈ ഒരു കാര്യം കിച്ചുവിനെയും രേണു ചേച്ചിനെയും പറ്റി ഇങ്ങനെ പറഞ്ഞത്, അത് ആ ഒരു വ്ളോഗർ ചെയ്തിട്ടുള്ള ആ തംബ്നെയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനും ഇത്ര എന്താ പറയുക ബുള്ളിങ് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ന് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ ഇൻ്റർവ്യൂ റെക്കോർഡഡ് ആണ്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷവും എന്തെങ്കിലും പ്രശ്നം ആ സഹോദരിക്ക് എന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് ഉണ്ട് എങ്കിൽ ഇത് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ അവർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു. പക്ഷേ അതവർ പറഞ്ഞില്ല. കാരണം ഇത് ഏതോ ഒരു ബ്ലോഗർ ചെയ്ത ഒരു ബ്ലോഗിൻ്റെ തമ്പനയിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ലക്ഷക്കണക്കിന് കണ്ടന്റുകൾ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ വീഡിയോവും ഒരിക്കലും ഇത്തരപ്പെട്ട ഒരാൾ ചെയ്ത കാര്യം എടുത്തുകൊണ്ട് രേണു സുധിയോട് പോയി ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞില്ലെങ്കിൽ ആ പ്രശ്നം അവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു. എന്തിനാണ് ഈ പ്രശ്നത്തെ ഒന്ന് പോപ്പുലാരിറ്റി കൂട്ടിയിട്ട് വീണ്ടും വൈറലാക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്? അത് തീർച്ചയായിട്ടും തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വശം. ഇനി ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പുറത്തുവിട്ട ആ ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ട് കാണും. അതുമായി ബന്ധപ്പെട്ട് ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. രേണു സുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണു സുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണു സുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണു സുധിയുടെ ഭാഗത്തു നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണു സുധിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ്, ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. അപ്പോൾ അവർ പറയുന്ന ഒരു മാസമായിട്ട് രേണു സുധിയുടെ പുറകെ നടന്നിട്ട് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ആ ഇൻ്റർവ്യൂ വാങ്ങിയത്. രേണുവിന് അത്യാവശ്യം ചികിത്സിക്കാൻ വേണ്ട പണം ആവശ്യമുള്ള സമയത്തായതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അത് നല്ലൊരു ഉപകാരമായി കാണുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊക്കെ രേണു സുധിക്ക് തീർച്ചയായിട്ടും അവകാശമാണ്. അവരൊരു ആർട്ടിസ്റ്റാണ്. ഇനി അങ്ങോട്ട് ആവശ്യപ്പെട്ടാലും ഇങ്ങോട്ട് വന്നാലും ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനോ അതിനെ പൈസ വാങ്ങിയിട്ട് ചികിത്സിക്കുന്നതിനോ ഒന്നും ഇവിടെ ആരും എതിരല്ല. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ
ഒരിക്കലും മലയാളികൾക്ക് ദഹിക്കുന്നതല്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് രേണു സുധിക്ക് ഉണ്ടാവാനുള്ള കാരണം ഈ കിച്ചുവിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നതാണ്. അവന് ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിക്കാത്തൊരു കുട്ടിയാണ്. അവൻ്റെ ഭാവിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൽ ഉൾപ്പെടുത്തിയത് വളരെ മോശമായി പോയി. തെമ്മാടിത്തരം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് കേരളത്തിലെ ഒരു അമ്മയും നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ അസുഖമൊക്കെ ഉള്ള കാര്യമാണ്. നിങ്ങൾക്കതിന് തിരിച്ചു വരാൻ വേണ്ടി കഴിയണം. നിങ്ങൾക്കത് ചികിത്സിക്കാൻ പണം വേണം. അതിന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ഘാടനങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ, ഈ കിച്ചുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഈ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിലൂടെ തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലോ? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും, ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചുദേ ഇത് കണ്ടോ, അവനാണത് അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മെസ്സേജ് അയച്ചു, കിച്ചു ഞാൻ ഗുഡ്, അല്ലെങ്കിൽ അവൻ അന്ന് അമ്മേ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു കിച്ചൂർ അമ്മ ഇത് വേണ്ട, ശരിയാ. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് ഈ പൈസ ഫസ്റ്റ് അയച്ചു കൊടുത്തപ്പോ, ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് എമൗണ്ട് അയച്ചു കൊടുത്തപ്പോ എങ്ങനെയല്ല മോനെ അയച്ചു കൊടുക്കുന്നത്? അവൻ ചോദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്ന് ബോധം ഉണ്ടാവുമല്ലോ കുട്ടിക്ക്. പിന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്ത് കൂടി കിട്ടിയതല്ലേ എന്ന് പറയാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു, അമ്മയെ ഹൃദപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു, എടാ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല, പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ അമ്മ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ. ആ ഒരു വീഡിയോ തുടങ്ങിയതിന് ശേഷമാണ് വളരെ മാന്യമായി ജീവിച്ചു പോകുന്ന ആ കിച്ചുവിന് പോലും നിരത്തിലേക്ക് അല്ലെങ്കിൽ റോട്ടിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരുടെ അമ്മമാർക്ക് പോലും മോശമായി തോന്നിയിട്ട് അവരോട് ചോദിച്ചപ്പോഴാണ് കിച്ചുവിന് ആ ഒരു കാര്യം വലിയ വൾഗറായിട്ട് തോന്നിയത്. അതിൻ്റെ മുന്നേ നിങ്ങൾ പറയുന്നുണ്ട് കിച്ചുവിന് ആ ഒരു കാര്യം തുടങ്ങിയ ശേഷം ഞാനിത് തുടങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഗുഡ് എന്നല്ലാതെ ആ മകൻ നിങ്ങളോട് എന്ത് പറയണമായിരുന്നു? കാരണം നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഈ ഒരു കാര്യമെന്ന് പറയുന്നത് മോശമാണ് എന്നും എനിക്ക് 2 കുട്ടികളുണ്ട് എന്നും ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളൊക്കെ പൊതുമധ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ അതെടുത്ത് ട്രോളും എന്നെല്ലാം അറിയുന്ന ഒരാളാണ് രേണു സുധി. പിന്നെ കിച്ചു അത് പറഞ്ഞു എന്നും അതിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ഞാനെടുത്ത് അവന് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ഒരു മകന് നിങ്ങൾ കൊടുത്ത പൈസൻ്റെ കണക്ക് പറയുന്നത് തന്നെ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം. പിന്നെ ആ കുട്ടി ആ വീഡിയോ വന്നതിന് തൊട്ട് പിന്നാലെ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് റീപ്ലൈ നിങ്ങൾ എന്താണ് കൊടുത്തത്? ഏതായാലും തുടങ്ങിപ്പോയി, ഇനി അത് അങ്ങനെ പോട്ടെ എന്നല്ല, നിങ്ങൾക്കത് അവിടെ വെച്ച് നിർത്താമായിരുന്നു. നിങ്ങൾ നല്ലൊരു അമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതായിരുന്നു ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇപ്പോൾ വളർന്നു വരുന്ന ആ കുട്ടിക്ക് പോലും ബാധിക്കുന്ന രീതിയിലുള്ള ആ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ പരിപാടി നിങ്ങൾ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കിച്ചു നിങ്ങളുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. കാരണം അവൻ്റെ ഒരു ഭാവിയെ കൂടി ബാധിക്കുന്ന രീതിയിലായിപ്പോയി നിങ്ങളുടെ ആ പെയ്ഡ് പരിപാടി. അത് തീർച്ചയായിട്ടും ഭാവിയിലും അവൻ്റെ ഇമേജിന് കോട്ടം തട്ടും എന്നതുകൊണ്ട് തന്നെയാണ് അവൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഇനിയൊരിക്കലും ഒരു ഓൺലൈൻ മാധ്യമവും നിങ്ങളുടെ കാര്യവും ചോദിച്ച് കിച്ചുവിൻ്റെ അടുത്തേക്ക് പോകില്ല. അത് തന്നെ ആയിരിക്കണം കിച്ചു മനസ്സിൽ വിചാരിച്ചത് എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും അടുത്ത് നടന്ന ഒരു പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടത്, എന്നെ ആരും ഇറക്കി വിടാത്ത ഒരു വീട്, അതാണ് എൻ്റെ സ്വപ്നം. ഒരു സ്ഥലം എനിക്ക് സ്വന്തമായിട്ട് ഈ പ്രായത്തിൽ തന്നെ വാങ്ങാൻ വേണ്ടി സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ അടുത്ത ചുവടുകൾ എന്ന് അദ്ദേഹം പറയുകയാണ്. വലിയ സ്വപ്നങ്ങളാണ്. കാരണം നിങ്ങളുടെ അടുത്ത് അവൻ്റെ അച്ഛൻ്റെ പേരിൽ അവിടെ ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ പോലും നിൽക്കാൻ അവന് പേടിയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സ്വന്തമായിട്ട് നയിച്ചിട്ട് ഇനി ഒരു വീടുണ്ടാക്കിയതിന് സ്വന്തം കാലിൽ നിന്ന ശേഷം ഒരു കല്യാണം കഴിച്ച് ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു സ്വപ്നം തീർച്ചയായിട്ടും അത് അവനെ സാധിക്കട്ടെ. ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിനുള്ള പ്രയത്നങ്ങളും കാര്യങ്ങളും എല്ലാം അവൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ്. ഏതായാലും കിച്ചുവിൻ്റെ ഭാവി തീർച്ചയായിട്ടും അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവൻ്റെ കാര്യങ്ങളുമായിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു കാര്യത്തിലൊന്നും തലയിടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി മാന്യമായിട്ട് അച്ഛനില്ലാതെ അമ്മയില്ലാതെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അവനെ വെറുതെ വിടുക എന്ന് മാത്രമേ നമുക്ക് ഇത്തരം ചാനലുകാരോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളൂ. അവൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ, രേണു സുധിയുടെ കാര്യം നോക്കി ജീവിക്കട്ടെ. അപ്പോൾ യാതൊരു പ്രശ്നവുമില്ല.
പിന്നെ ഉള്ള മാധ്യമങ്ങൾ വന്ന് വീണ്ടും ഈ കിച്ചുവിനെ കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് രേണുസുധിയാണ്. അത് നിർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നന്നാവുക എന്നുള്ള ഒരു ഉപദേശം കൂടി പറയുകയാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.